ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും ജയിലൻ PSCയുടെ പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഹരികൃഷ്ണൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 2026 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഈ അടുത്ത് തന്നെ വരാൻ പോകുന്നത് എന്താ, സിവിൽ പോലീസ് ഓഫീസറിൻ്റെ CPOൻ്റെ എക്സാം ആണ്. അതുകൂടാതെ 10th പ്രിലിമിനറി എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം തന്നെ ഉപകരിക്കുന്ന ഒരു ക്ലാസ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് പോകാം. അതിൽ ഫസ്റ്റ് വരുന്നത്, നമ്മൾ മെയിനായിട്ടും ഫോക്കസ് ചെയ്തിരിക്കുന്നത് മാർച്ച്, ഏപ്രിൽ, ഫെബ്രുവരി മാസങ്ങളിലെ, അതായത് ഈ വർഷത്തെ ആ മാസങ്ങളിലെ കറണ്ട് അഫയേഴ്സ് ആണ് കൂടുതലായിട്ടും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വരുന്നത്, ഇന്ത്യയിലെ ആദ്യ റിംഗ് മെട്രോ നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ റിംഗ് മെട്രോ നിലവിൽ വരുന്നത് ഡൽഹി മെട്രോ പിങ്ക് ലൈനിലാണ്. ഓക്കെ, ഡൽഹി മെട്രോയിലാണ് എന്ത്, ഇന്ത്യയിലെ ആദ്യത്തെ റിംഗ് മെട്രോ നിലവിൽ വരുന്നത്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ റിംഗ് മെട്രോ നിലവിൽ വരുന്നത് ഡൽഹി മെട്രോയിലാണ്. ഇനി അടുത്തത് ഒരു അവാർഡാണ്. 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് മേതിൽ രാധാകൃഷ്ണനാണ്. അല്ലേ, ഇദ്ദേഹമാണ് എന്ത്, മേതിൽ രാധാകൃഷ്ണൻ. എന്താ ലഭിച്ചത്? 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരമാണ് ലഭിച്ചത്. ഇനി അടുത്തത് നമുക്കറിയാം, മാർച്ച് 8 എന്ത്, ഇന്റർനാഷണൽ വുമൻസ് ഡേ. അല്ലേ, ലോക വനിതാ ദിനം മാർച്ച് 8 അപ്പോൾ ഐക്യരാഷ്ട്രസഭ ഓരോ വർഷവും അതിൻ്റെതായ രീതിയിൽ പ്രമേയം പാസ്സാക്കും. അല്ലെങ്കിൽ ഒരു പ്രമേയം അവതരിപ്പിക്കും, അല്ലെങ്കിൽ തീം. ഇത്തവണത്തെ തീം എന്ന് പറഞ്ഞാൽ റൈറ്റ്സ്, ജസ്റ്റിസ്, ആക്ഷൻ ഫോർ ഓൾ വുമൻ ആൻഡ് ഗേൾസ്. അല്ലേ, അതിൻ്റെ മലയാളം തർജ്ജമ എന്ന് പറഞ്ഞാൽ അവകാശങ്ങൾ, നീതി, പ്രവർത്തനം എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി. അവകാശം, നീതി, പ്രവർത്തനം എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി. റൈറ്റ്സ്, ജസ്റ്റിസ്, ആക്ഷൻ ഫോർ ഓൾ വിമൻ ആൻഡ് ഗേൾസ്. ഓക്കെ, അതാണ് എന്ത്, നമ്മുടെ ഇത്തവണത്തെ ഇന്റർനാഷണൽ വിമൻസ് ഡേയുടെ പ്രമേയം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞത് ഡൽഹി മെട്രോയിൽ എന്താ ആദ്യത്തെ റിംഗ് മെട്രോ വന്നു. മേതിൽ രാധാകൃഷ്ണനാണ് 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. മാർച്ച് 8 എന്ത്, ലോക വനിതാ ദിനം. അതിന്റെ പ്രമേയമാണ് അവകാശങ്ങൾ, നീതി, പ്രവർത്തനം എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി. അടുത്തത്, ഏത് സംസ്ഥാനത്ത് നിന്നാണ് GI ടാഗ് ചെയ്ത കർബി ആംഗ്ലോങ് ഇഞ്ചി? അല്ലെ, കർബി ആംഗ്ലോങ് ഇഞ്ചി. അപ്പൊ ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അസം സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അല്ലെ, അപ്പോൾ കർബി ആംഗ്ലോങ് ഇഞ്ചി ആദ്യമായിട്ട് ലണ്ടനിൽ നിന്ന് കയറ്റുമതി ചെയ്തത് ഏത് സംസ്ഥാനത്ത് നിന്നാണ്? അസമിലേക്കാണ്. ഓക്കെ, അസമിൽ നിന്ന് ലണ്ടനിലേക്ക് കയറ്റുമതി ചെയ്തു GI ടാഗ് ലഭിച്ച കർബി ആംഗ്ലോങ് ഇഞ്ചി. ഓക്കെ, കർബി ആംഗ്ലോങ് ഇഞ്ചി. അടുത്തത്, നിയോഗം എന്ന നോവൽ രചിച്ചത് ആരാണ്? നിയോഗം എന്ന നോവൽ രചിച്ചത് രമേശ് ചെന്നിത്തലയാണ്. ഇപ്പോൾ കറണ്ട് ആയിട്ട് അദ്ദേഹം എന്താണ്, നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. ഓക്കെ, നമ്മുടെ ഈ എലക്ഷൻ, അതുകൂടാതെ ഓരോ മന്ത്രിമാര് അവരുടെ വകുപ്പ് അതൊക്കെ എന്താ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എക്സാമിന് മുമ്പ് ജസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് സ്പെഷ്യലായിട്ട് തന്നെ ഒന്ന് പഠിച്ചിട്ട് പോവുക കേട്ടോ. കാരണം നമുക്ക് ഇനി വരുന്ന എക്സാമിനേഷനൊക്കെ എന്താ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എങ്ങനെയായാലും പ്രതീക്ഷിക്കാം. ഇദ്ദേഹം രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പാണ് അദ്ദേഹം മെയിനായിട്ട് കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ എന്താ വിജിലൻസ്, ഫയർഫോഴ്സ്, അങ്ങനെയുള്ള ഫോഴ്സ് രീതിയിലുള്ള വകുപ്പുകളും കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ സ്പെഷ്യലായിട്ട് നമുക്ക് എടുത്തു പറയേണ്ടത് കയർ എന്ന് പറയുന്ന ഒരു വകുപ്പും അദ്ദേഹത്തിന്റെ കീഴിലുള്ളതാണ്. ഓക്കെ, കയർ. ഇതിനു മുമ്പ് എക്സാമിനേഷന് കയർ വകുപ്പ് ചോദിച്ചിട്ടുണ്ട്. അന്ന് വ്യവസായ വകുപ്പ് മുൻ മന്ത്രിയായിരുന്ന P. രാജീവായിരുന്നു ഇതൊക്കെ കൈകാര്യം ചെയ്തിരുന്നത്. ഇത്തവണ വ്യവസായ വകുപ്പിൽ അതിൻ്റെ കൂടെ അല്ല ഈ ഒരു സെക്ഷൻ ഉള്ളത്. അതൊന്ന് നോക്കിയിരിക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞത് നിയോഗം എന്ന നോവലാണ്. നിയോഗം എന്ന നോവൽ രചിച്ചത് രമേശ് ചെന്നിത്തലയാണ്. ഇനി അടുത്തത്, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നിയമിതനാവുന്നത് KG സനൽകുമാറാണ്. KG സനൽകുമാർ. ഏപ്രിൽ 9 നമ്മുടെ 2026 ഇലക്ഷൻ നടന്നത്. 2026 ഇലക്ഷൻ നടന്നത് ഏപ്രിൽ 9 മെയ് 4 എന്ത്, വോട്ടെണ്ണല്. അല്ലെ, മെയ് 18 എന്ത്, മെയ് 18 എന്ത്, പുതിയ മന്ത്രിസഭ അധികാരമേറ്റത്. അല്ലെ, 102 സീറ്റ് എന്ത്, UDF ലഭിച്ചു. 35 സീറ്റ് LDF ലഭിച്ചു. 3 സീറ്റ് BJPക്ക് ലഭിച്ചു. ഓക്കെ, അടുത്തത് 2026 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് ഏഴാച്ചേരി രാമചന്ദ്രനാണ്. 2026 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് ആരാണ്? ഏഴാച്ചേരി രാമചന്ദ്രനാണ്. ഏഴാച്ചേരി രാമചന്ദ്രൻ. ഓക്കെ, ഈ അടുത്തിടെയാണ് എന്ത്, ഓസ്കാർ അവാർഡ് പ്രഖ്യാപിക്കപ്പെട്ടത്. അപ്പോൾ എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അതിൽ മികച്ച നടൻ, മികച്ച നടി, മികച്ച സിനിമ, ഓക്കെ, അങ്ങനെ മികച്ച സംവിധായകൻ, അങ്ങനെ 3-4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് പറയുന്നുള്ളൂ. അപ്പോൾ അതെങ്ങനെയായാലും പഠിച്ചിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. 6 പുരസ്കാരങ്ങളുമായിട്ട് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്നുള്ള സിനിമയ്ക്കാണ് ഏറ്റവും കൂടുതൽ പുരസ്കാരം ലഭിച്ചത്. 6 പുരസ്കാരങ്ങൾ ഓസ്കാറിൽ നിന്ന് പല വിഭാഗങ്ങളിലായിട്ട് ലഭിച്ചിട്ടുണ്ട്. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ, വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. മികച്ച ചിത്രവും അത് തന്നെയാണ്. എന്ത്, വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ, വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. ഓക്കെ,
മികച്ച നടിയാണെങ്കിൽ ജെസ്സി ബക്ലിയാണ്, ചിത്രം ഹാംലെറ്റ്. ഓക്കെ, മികച്ച നടിയാണെങ്കിൽ ജെസ്സി ബക്ലി, ചിത്രം ഹാംലെറ്റ്. മികച്ച നടനാണെങ്കിൽ മൈക്കിൾ ബി ജോർദാൻ ആണ്, ചിത്രം ഏതാണ്? സിന്നേഴ്സ്. ഓക്കെ, അതൊരു ഹൊറർ ടച്ചുള്ള ഒരു മൂവിയാണ് സിന്നേഴ്സ് എന്ന് പറയുന്നത്. ആ സിനിമയ്ക്ക് തന്നെ കുറെ വിഭാഗങ്ങളിലായിട്ട് ഓസ്കാർ നോമിനേഷൻസ് അല്ലെങ്കിൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ പുരസ്കാരം ലഭിച്ചത് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്നുള്ള മികച്ച ചിത്രത്തിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ പുരസ്കാരം ഓസ്കാറിൽ ലഭിച്ചിട്ടുള്ളത്. മികച്ച നടൻ ആരാണ്? മൈക്കിൾ ബി ജോർദാനാണ്. മികച്ച സംവിധായകനാണെങ്കിൽ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ സംവിധാനം ചെയ്തിട്ടുള്ള പോൾ തോമസ് ആൻഡേഴ്സൺ ആണ്. ആർക്കാണ്? പോൾ തോമസ് ആൻഡേഴ്സൺ. പോൾ തോമസ് ആൻഡേഴ്സൺ ആരാണ്? പോൾ തോമസ് ആൻഡേഴ്സൺ. ഓക്കെ, ഒന്നുകൂടി നോക്കാം നമുക്ക്. വിന്നേഴ്സ് ലിസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞത്. 98ാമത് എന്താ അവാർഡാണ്? 98ാമത്തെ ഓസ്കാർ ആയിരുന്നു. ബെസ്റ്റ് ആക്ടർ മൈക്കിൾ ബി ജോർദാൻ. ഏത് സിനിമ? സിന്നേഴ്സ്. മൈക്കിൾ ബി ജോർദാൻ സിന്നേഴ്സ് എന്നുള്ള മൂവി. മൈക്കിൾ ബി ജോർദാൻ സിന്നേഴ്സ് എന്നുള്ള മൂവി. ബെസ്റ്റ് ആക്ട്രസ് ആണെങ്കിൽ ജെസ്സി ബക്ലിയാണ്, ഹാംലെറ്റ്. അല്ലെ, ഹാംലെറ്റ് എന്നുള്ള മൂവിയിൽ നിന്ന് ജെസ്സി ബക്ലിക്കാണ് എന്താ മികച്ച നടി എന്നുള്ള ഒരു വിഭാഗത്തിൽ അവാർഡ് ലഭിച്ചത്. ബെസ്റ്റ് ഡയറക്ടർ ആരാണ്? പോൾ തോമസ് ആൻഡേഴ്സൺ. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്നുള്ള മൂവിക്ക് വേണ്ടി പോൾ തോമസ് ആൻഡേഴ്സൺ ആണ് ബെസ്റ്റ് ഡയറക്ടർ ആയത്. പിന്നെ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ പറയുന്നുണ്ട് സീൻ പെൻ ആണ്. ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ് പറയുന്നുണ്ട് ആമി മാഡിഗൽ ആണ്. ബെസ്റ്റ് പിക്ചർ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. ഓക്കെ, അപ്പോൾ ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ആക്ട്രസ്, അതുപോലെ തന്നെ ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് പിക്ചർ, ഇത്രയും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്തത് വരുന്നത് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ആർക്കാണ്? അത് എൻ പ്രഭാകരനാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ മായാ മനുഷ്യർ എന്ന നോവലിനാണിത് പുരസ്കാരം. ഇദ്ദേഹമാണെന്ത്? എൻ പ്രഭാകരൻ. അദ്ദേഹത്തിന്റെ ഈ ബുക്ക് കണ്ടോ, നല്ല രസമല്ലേ? മായാ മനുഷ്യർ. മായാ മനുഷ്യർ എന്നുള്ള അദ്ദേഹത്തിന്റെ നോവലിനാണിത് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം 2025 ലഭിച്ചത്. ഇത് നമുക്കറിയാം, മാർച്ച് 21 എന്ത്? നമ്മുടെ അന്താരാഷ്ട്ര വനദിനം അല്ലേ? മാർച്ച് 21 വനദിനം, മാർച്ച് 22 ജലദിനം അല്ലേ? മാർച്ച് 23 കാലാവസ്ഥാ ദിനം, മാർച്ച് 24 ക്ഷയരോഗ വിരുദ്ധ ദിനം അല്ലെ? അപ്പൊ അതിൽ മാർച്ച് 21 വനദിനത്തിന്റെ പ്രമേയം എന്താ? ഫോറസ്റ്റ് ആൻഡ് എക്കണോമീസ്. ഫോറസ്റ്റ് ആൻഡ് എക്കണോമീസ് എന്നുള്ളതാണിത് മാർച്ച് 21 അന്താരാഷ്ട്ര വനദിനത്തിന്റെ ഇത്തവണത്തെ പ്രമേയം. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ഒരു സൂചിക, ഇൻഡെക്സുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ലോക സന്തോഷ സൂചിക 2026 ഒന്നാം സ്ഥാനം നേടിയത് ഫിൻലാൻഡാണ്. അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ഏതാ? നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനമാണ് നമുക്കറിയേണ്ടത്. 147 കൺട്രിയിൽ നിന്ന് 116ാമത്തെ സ്ഥാനമാണെന്ത് ഇന്ത്യക്കുള്ളത്. ലോക സന്തോഷ സൂചിക 2026 എടുക്കുമ്പോൾ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 116. എത്ര കൺട്രീസിനാണ് അതിൽ നമ്മൾ നോക്കിയത്? 147 കൺട്രീസിനാണ് മൊത്തത്തിൽ നോക്കിയത്. അതിൽ 116 ആണ്. അതിൽ ഫസ്റ്റ് ഉള്ളത് ആരാ? ഫിൻലാൻഡാണ്. ഫസ്റ്റ് ഉള്ളത് ഫിൻലാൻഡ്. അടുത്ത് വരുന്നത് ജനാധിപത്യ പ്രക്രിയ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് മികച്ച പരിശീലനം ഉറപ്പാക്കുന്നതിനുമായിട്ട് തയ്യാറാക്കിയ ഇലക്ഷൻ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ഏതാണ്? അതാണ് ഈ വിദ്യ. ഓക്കെ, അപ്പൊ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇലക്ഷൻ നടന്നത് എന്നാ? ഏപ്രിൽ 9. ഇലക്ഷൻ വോട്ടെണ്ണൽ എന്നാ? മെയ് 4. പുതിയ മന്ത്രിസഭ അധികാരത്തിലേത് എന്നാ? മെയ് 18. അതിന്റെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. അതല്ലാതെ ഇങ്ങനെയുള്ള ചെറിയ പോയിന്റ്സും ഡിനോട്ട് ചെയ്തു പോവാം. ഓക്കെ, മികച്ച പരിശീലനം ഓരോരുത്തർ ഉദ്യോഗസ്ഥർക്കും ഉറപ്പാക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ ഉറപ്പാക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഒരു അവയർനെസ് കിട്ടാൻ വേണ്ടി നടപ്പിലാക്കിയ ഒരു ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റമാണ് ഈ വിദ്യ. മാർച്ച് 21 ലോക വനദിനം പറഞ്ഞ പോലെ മാർച്ച് 22 ലോക ജലദിനം. അതിന്റെ പ്രമേയം എന്താ? വാട്ടർ ആൻഡ് ജെൻഡർ, ജലവും ലിംഗഭേദവും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പ്രമേയം തീംസ് ഒക്കെ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ മാക്സിമം തീംസ് ഈ മാസങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാർച്ച് 21 നമ്മൾ പറഞ്ഞു. മാർച്ച് 21 എന്തായിരുന്നു? ഫോറസ്റ്റ് ആൻഡ് എക്കണോമീസ്. മാർച്ച് 22 ജലദിനത്തിന്റെ ആണെങ്കിൽ വാട്ടർ ആൻഡ് ജെൻഡർ, ജലവും ലിംഗഭേദവും. മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനമാണ്. ലോക കാലാവസ്ഥാ ദിനം. അതിന്റെ തീം എന്താ? ഒബ്സർവിംഗ് ടുഡേ പ്രൊട്ടക്ടിംഗ് ടുമാറോ. ഇന്ന് നിരീക്ഷണം നാളെ സംരക്ഷണം അല്ലെ? ഇന്ന് നിരീക്ഷണം നാളെ സംരക്ഷണം. ഒബ്സർവിംഗ് ടുഡേ പ്രൊട്ടക്ടിംഗ് ടുമാറോ. ഒബ്സർവിംഗ് ടുഡേ പ്രൊട്ടക്ടിംഗ് ടുമാറോ. ഓക്കെ അല്ലേ? അപ്പൊ ഒന്ന് ഓർത്തിരിക്കുക, ഫോറസ്റ്റ് ആൻഡ് എക്കണോമീസ് ആണെന്ത് അന്താരാഷ്ട്ര വനദിനത്തിന്റെ പ്രമേയം. മാർച്ച് 22 ജലദിനത്തിന്റെ പ്രമേയമാണെങ്കിൽ വാട്ടർ ആൻഡ് ജെൻഡർ, ജലവും ലിംഗഭേദവുമാണ്. ലോക കാലാവസ്ഥാ ദിനമാണ് മാർച്ച് 23. അതിന്റെ ആണെങ്കിൽ ഒബ്സർവിംഗ് ടുഡേ പ്രൊട്ടക്ടിംഗ് ടുമാറോ, ഇന്ന് നിരീക്ഷണം നാളെ സംരക്ഷണം. ഓക്കെ, ഇതെന്താ? ക്ഷയരോഗ മുക്ത ദിനമാണ് മാർച്ച് 24 എന്ന് പറയുന്നത്. അതിന്റെ ഒരു തീമാണ് യെസ് വി ക്യാൻ എൻഡ് ടി വി ലെഡ് ബൈ കൺട്രീസ് പവേർഡ് ബൈ പീപ്പിൾ. യെസ് വി ക്യാൻ എൻഡ് ടി വി ലെഡ് ബൈ കൺട്രീസ് പവേർഡ് ബൈ പീപ്പിൾ. അടുത്തത് രാജ്യത്തെ ആദ്യ ദയാമരണത്തിന് വിധേയനായത് ആരാണ്? ഹരീഷ് റാണയാണ്. ഓക്കെ, ഹരീഷ് റാണ. നെക്സ്റ്റ് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. ദേശീയ പിന്നാക്ക കമ്മീഷന്റെ അധ്യക്ഷയായിട്ട് നിയമിതയായത് സ്വാതി നിരഞ്ജൻ ജ്യോതിയാണ്. സ്വാതി നിരഞ്ജൻ ജ്യോതി. സ്വാതി നിരഞ്ജൻ ജ്യോതി. നെക്സ്റ്റ്
മാനസിക ബുദ്ധിമുട്ടുകളുമായി ബന്ധപ്പെട്ടുള്ള സംശയ നിവാരണങ്ങളും ടെലി കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾക്കുമുള്ള ഓൺലൈൻ സംവിധാനം ഏതാണ്? അത് ടെലിമാനസാണ്. അതിന്റെ നമ്പറാണ് 14416 ടെലിമാനസ്. ഓക്കെ, ടെലിമാനസ്. അടുത്തത്, നേപ്പാളിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായിട്ട് നിയമിതനായത് ആരാണ്? അത് ബാലേന്ദ്ര ഷായാണ്. ബാലേന്ദ്ര ഷാ. അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് രാഷ്ട്രീയ സ്വതന്ത്രതാ പാർട്ടി, RSP, രാഷ്ട്രീയ സ്വതന്ത്രതാ പാർട്ടി. നേപ്പാളിലെ അപ്പോൾ പുതിയ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ബാലേന്ദ്ര ഷായാണ്. ആരാണ്? ബാലേന്ദ്ര ഷാ. അദ്ദേഹത്തിന്റെ പാർട്ടി ചോദിച്ചാൽ രാഷ്ട്രീയ സ്വതന്ത്രതാ പാർട്ടി. ഓക്കെ, രാഷ്ട്രീയ സ്വതന്ത്രതാ പാർട്ടി. അടുത്തതൊരു ബുക്കാണ് മദർ മേരി കംസ് ടു മീ. അത് രചിച്ചതാരാണ്? അരുന്ധതി റോയ് ആണ്. മദർ മേരി കംസ് ടു മീ ആരുടെയാണ്? അരുന്ധതി റോയ്. ഓക്കെ, അരുന്ധതി റോയുടെയാണ് മദർ മേരി കംസ് ടു മീ. ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂസിക്കൽ റോഡ് എവിടെയാ? അത് മുംബൈയിലാണ്. മുംബൈ കോസ്റ്റൽ റോഡിലാണ് എന്ത്? മഹാരാഷ്ട്രയിലുള്ള മുംബൈ കോസ്റ്റൽ റോഡിലാണ് എന്ത്? മ്യൂസിക്കൽ റോഡ്. ജയ്ഹോ എന്നുള്ളൊരു മ്യൂസിക്കാണ്. നമ്മുടെ ഓസ്കാർ നോമിനേഷനിലേക്ക് പോയി കിട്ടിയുള്ള മ്യൂസിക്കാണ് എന്ത്? ജയ്ഹോ. ആ ഒരു മ്യൂസിക്കാണ് എന്ത് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. റോഡിന്റെ ശരിക്കുള്ള പേര് ധർമ്മവീർ സ്വരാജ്യ രക്ഷക് ഛത്രപതി സംഭാജി മഹാരാജ് കോസ്റ്റൽ റോഡ് എന്നാണ്. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇന്ത്യസ് ഫസ്റ്റ് മ്യൂസിക്കൽ റോഡ് ഈസ് ലൊക്കേറ്റഡ് ഓൺ മുംബൈ കോസ്റ്റൽ റോഡ് MCRP in Maharashtra. The 500-meter northbound stretch, officially known as Sangeet Marg, plays the Oscar-winning tune Jai Ho when vehicles drive over specially designed grooves at a speed between 60 to 80 km/h. ഓക്കെ, 60-80 km/h അവിടെ ആ റോഡിൽ കുറച്ച് ഗ്രൂവ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂവിൽ കൂടെ 60-80 km/h ആ വണ്ടി സഞ്ചരിക്കാൻ നേരത്ത് ഓസ്കാർ വിന്നിംഗ് ട്യൂണായിട്ടുള്ള ജയ്ഹോ എന്നുള്ള ഒരു പാട്ട് പ്ലേ ചെയ്യും. അതുകൊണ്ടാണ് എന്ത്? മ്യൂസിക്കൽ റോഡ് എന്ന് നമ്മൾ അതിനെ വിളിക്കുന്നത്. അത് തന്നെ സവിശേഷത എന്താ? ഇന്ത്യസ് ഫസ്റ്റ് മ്യൂസിക്കൽ റോഡാണ്. ഏത്? മുംബൈ കോസ്റ്റൽ റോഡ്. ഓക്കെ, മുംബൈ കോസ്റ്റൽ റോഡ്. അടുത്തത്, കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ അഡീഷണൽ സോളിസിറ്റർ ജനറലായിട്ട് നിയമിതനായത് പി ശ്രീകുമാറാണ്. ഓക്കെ, പി ശ്രീകുമാർ. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താ? ആദ്യ അല്ലെ, ഫസ്റ്റത്തെയാണ്. അപ്പോൾ അതൊരു GK ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇപ്പോഴത്തെ കറണ്ട് അഫെയർ, നാളത്തെ GK ആവും. അങ്ങനെ ആദ്യം ഫസ്റ്റ് ആയിട്ട് വരുന്നതിന് എപ്പോഴും ഒരു പ്രാമുഖ്യം ഉണ്ടാവില്ല. അപ്പോൾ കേരള ഹൈക്കോടതിയിലെ ആദ്യ അഡീഷണൽ സോളിസിറ്റർ ജനറലായിട്ട് നിയമിതനായത് പി ശ്രീകുമാറാണ്. ആരാണ്? പി ശ്രീകുമാർ. അടുത്തത്, സെൻസസ് കമ്മീഷണർ മൃത്യുഞ്ജയ് കുമാർ നാരായണനാണ്. നമുക്കറിയാം 2027 നമ്മളെന്താ സെൻസസ് നടപ്പിലാക്കാൻ പോകുന്നുണ്ട് അല്ലെ, അതിൻ്റെ ഒരു പ്രോസസ്സിങ്ങിലാണ്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അറിഞ്ഞിരിക്കുക. സെൻസസ് കമ്മീഷണർ എന്ന് പറയുന്നത് മൃത്യുഞ്ജയ് കുമാർ നാരായണനാണ്. മൃത്യുഞ്ജയ് കുമാർ നാരായണൻ. ഇനി 2027 സെൻസസ് ഔദ്യോഗിക ചിഹ്നങ്ങൾ മസ്കോട്ടാണ് എന്ത്? പ്രകൃതി ആൻഡ് വികാസ്. ഈ കാണുന്നതാണ് പ്രകൃതി ആൻഡ് വികാസ്. അമിത്ഷയാണ് എന്ത് അൺവെയിൽ ചെയ്തത്? പ്രകൃതി ആൻഡ് വികാസ്. 2027 സെൻസസ് ബ്രാൻഡ് അംബാസഡറാണ് ആരാണ്? അത് സുദർശൻ പട്നായിക്. അപ്പോൾ മൃത്യുഞ്ജയ് കുമാർ നാരായണനാണ് സെൻസസ് കമ്മീഷണർ. സെൻസസിന്റെ ഔദ്യോഗിക ചിഹ്നങ്ങളാണ് എന്ത്? പ്രകൃതി ആൻഡ് വികാസ്. 2027 സെൻസസിന്റെ ബ്രാൻഡ് അംബാസഡറാണ് ആരാണ്? സുദർശൻ പട്നായിക്. ഓക്കെ, അടുത്തത് നമ്മൾ ഗെയിംസുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. 2026 പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് കിരീടം നേടിയത് ഏത് സംസ്ഥാനമാണ്? ഇവിടത്തെയും പ്രത്യേകത പ്രഥമമാണ്, ആദ്യത്തേതാണ് അല്ലെ. ഇപ്പൊ 2026 ആദ്യമായിട്ട് ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് തുടങ്ങിയത്. അത് നേടിയത് കർണാടകയാണ്. 38 മെഡലാണ് കർണാടകത്തിന് ലഭിച്ചത്. അതിൽ 23 സ്വർണം 8 വെള്ളി 7 വെങ്കലം. 23 സ്വർണം 8 വെള്ളി 7 വെങ്കലം അടക്കി 38 മെഡലോടുകൂടി കർണാടകമാണ് അതിൽ ഫസ്റ്റ് അടിച്ചത്. കേരളത്തിന്റെ പൊസിഷൻ 23 ഓക്കെ, കേരളത്തിന്റെ പൊസിഷൻ എത്രയാണ്? പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിൽ 23 ഫസ്റ്റ് അടിച്ചത് ആരാണ്? കർണാടകയാണ്. അവർക്ക് എത്ര മെഡൽ കിട്ടി? 38 മെഡൽ കിട്ടി. കേരളത്തിന് എത്ര മെഡൽ കിട്ടി? കേരളത്തിന് ആകെ 3 മെഡലാണ് ലഭിച്ചത്. 2 വെള്ളിയും 1 വെങ്കലമാണ് ലഭിച്ചത്. 2 വെള്ളിയും 1 വെങ്കലം. അടുത്തത് ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനമാണ്. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. അതിന്റെ പ്രമേയമാണ് എന്ത്? ആരോഗ്യത്തിന് വേണ്ടി ഒന്നിച്ചണിനിരക്കാം ശാസ്ത്രത്തോടൊപ്പം. ടുഗദർ ഫോർ ഹെൽത്ത് സ്റ്റാൻഡ് വിത്ത് സയൻസ്. ഓക്കെ, ഈ തീമുകളൊക്കെ നിങ്ങൾ ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്ത് റിവിഷൻ ചെയ്തിട്ടൊന്ന് പോണേ. ഓക്കെ, അടുത്തത് അമരാവതിയെ, ഒരു ഫാക്റ്റാണ്. അമരാവതിയെ ആന്ധ്രാപ്രദേശിന്റെ ഏകവും സ്ഥിരവുമായ തലസ്ഥാനമായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന 2026 ആന്ധ്രാപ്രദേശ് പുനഃസംഘടനാ ഭേദഗതി ബില്ലിന് പ്രസിഡന്റ് ദ്രൗപദി മുർമു അംഗീകാരം നൽകി. ഓക്കെ, അപ്പോൾ ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനമാണ് എന്ത്? അമരാവതി. ഏകവും സ്ഥിരവുമായ തലസ്ഥാനമായിട്ട് എന്ത്?
അത് നിയമമായി. അതാണ് എന്ത് ദ്രൗപദി മുർമു നമ്മുടെ പ്രസിഡന്റ് അംഗീകാരം കൊടുത്തത്. 2026 കാലാവസ്ഥ ഉച്ചകോടി COP31 എവിടെയാണ് നടക്കുന്നത്? അന്റാലിയ, തുർക്കിയിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. 2026 കാലാവസ്ഥ ഉച്ചകോടി COP31 നടക്കുന്നത് അന്റാലിയ, തുർക്കിയിലാണ്. ഓക്കെ, ഈ അടുത്തിടെ വന്ന ഒരു റിപ്പോർട്ടാണ് COP32. 2028 നടക്കാൻ പോകുന്നതിൽ നിന്നും ഇന്ത്യ പിന്മാറിയിട്ടുണ്ട്. അടുത്തത് വിമനോപോസ് എന്ന പുസ്തകം രചിച്ചത് ലെന, ആക്ട്രസ് ആയിട്ടുള്ള ലെനയാണ് വിമനോപോസ് എന്ന പുസ്തകം രചിച്ചത് അല്ലെ. ഇതാണ് പുസ്തകം, ലെനയുടെ പുസ്തക പ്രകാശനാണത്. ലെനയാണ് ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നത്. വിമനോപോസ് എന്ന പുസ്തകം രചിച്ചത് ലെനയാണ്. മദർ മേരി കംസ് ടു മീ അല്ലെ, ആരുടെയാണ്? അരുന്ധതി റോയുടെയാണ്. വേറൊരു ബുക്ക് നമ്മൾ പറഞ്ഞാലേ അരുന്ധതി റോയുടെ. ഇനി അടുത്തത് ഏപ്രിൽ 22 ലോക ഭൗമദിനം. ഏപ്രിൽ 22 ലോക ഭൗമദിനം. അവർ പവർ അവർ പ്ലാനറ്റ്, നമ്മുടെ ശക്തി നമ്മുടെ ഭൂമി, നമ്മുടെ ശക്തി നമ്മുടെ ഭൂമി. അതാണ് ഏപ്രിൽ 22 ലോക ഭൗമദിനത്തിന്റെ പ്രമേയം. ലോക ഭൗമദിനത്തിന്റെ പ്രമേയം എന്താണ്? അവർ പ്ലാനറ്റ്, അവർ പവർ അവർ പ്ലാനറ്റ്. ഓക്കെ, നമ്മുടെ ശക്തി നമ്മുടെ ഭൂമി. ബീഹാറിലെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് നിയമിതനായതാണ് BJPയുടെ ഒരു മുഖ്യമന്ത്രിയാണ് സമ്രാട് ചൗധരി. 2026 ഫിഡെ വനിതാ കാൻഡിഡേറ്റ് ടൂർണമെന്റ് ചെസ്സാണ് ഫിഡെ എന്ന് പറയുന്നത്. ആ ചെസ്സിൽ കിരീടം നേടിയത് വൈശാലി രമേശ് ബാബു ആണ്. വൈശാലി രമേശ് ബാബു നമ്മുടെ പ്രജ്ഞാനന്ദയുടെയൊക്കെ സിബ്ലിംഗ് ആണ്, അതായത് സഹോദരിയാണ്. പ്രജ്ഞാനന്ദയുടെ സിബ്ലിംഗ് ആണ്, അതായത് സിസ്റ്ററാണ് വൈശാലി രമേശ് ബാബു. ഇവിടെ പ്രസക്തി എന്താ? 2026 ഫിഡെ വനിതാ കാൻഡിഡേറ്റ് ടൂർണമെന്റിൽ കിരീടം നേടി. അടുത്തത് 2026 മിസ് ഇന്ത്യ ആരാണ്? സാധ്വി സതീഷ് സെയിലാണ്. ഗോവയിൽ നിന്നുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു സാധ്വി സതീഷ് സെയിൽ. ഇവർക്കാണ് മിസ് ഇന്ത്യ 2026 ലഭിച്ചത്. ഓക്കെ, സാധ്വി സതീഷ് സെയിൽ ക്രൗൺ ഫെമിന മിസ് ഇന്ത്യ 2026. വേദി എവിടെയായിരുന്നു? വേദി ഭുവനേശ്വർ ആയിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞത് റിംഗ് മെട്രോയാണ്. എവിടെയാണ്? ഡൽഹിയാണ്. 2026 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം മേതിൽ രാധാകൃഷ്ണൻ. മാർച്ച് 8 പ്രമേയം പറയുക. മാർച്ച് 8 പ്രമേയം റൈറ്റ് ജസ്റ്റിസ് ആക്ഷൻ ഫോർ ഓൾ വുമൺ ആൻഡ് ഗേൾസ്. ഏത് സംസ്ഥാനത്ത് നിന്നാണ് നമ്മൾ കർബി ആംഗ്ലോ ഇൻസിഡന്റ് ലണ്ടനിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തത്? അത് അസമിൽ നിന്നാണ്. നിയോഗം രമേശ് ചെന്നിത്തലയുടെ നോവലല്ലേ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് KG സനൽകുമാർ വരുന്നു. ഏപ്രിൽ 9 തെരഞ്ഞെടുപ്പ്. മെയ് 4 വോട്ടെണ്ണൽ. കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് ഏഴാച്ചേരി രാമചന്ദ്രനാണ്. ഓസ്കാറിന്റെ ബെസ്റ്റ് നോമിനേഷൻസ് നമ്മൾ പറഞ്ഞു. മൈക്കിൾ ബി ജോർദാൻ ആണ് ബെസ്റ്റ് ആക്ട്രസ് ആണെങ്കിൽ ജെസി ബക്ലി ആണ് ഹാംലെറ്റ്. മറ്റേതാണ് സിനിയേഴ്സ് ആണ് ബെസ്റ്റ്. മൈക്കിൾ ബി ജോർദാൻ അഭിനയിച്ച സിനിമ എന്ന് പറയുന്നത്. ബെസ്റ്റ് ഡയറക്ടർ പോൾ തോമസ് ആൻഡേഴ്സൺ ആണ്. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ തന്നെയാണ് മികച്ച ചിത്രവും. ഓക്കെ, 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് മായാ മനുഷ്യർ എന്നുള്ള നോവൽ എഴുതിയ N പ്രഭാകരനാണ്. മാർച്ച് 21 വനദിനാണ്. വനദിനത്തിന്റെ ഫോറസ്റ്റ് ആൻഡ് എക്കണോമീസ് ആണ് അല്ലെ. ഇനി ലോക സന്തോഷ സൂചികയിൽ 116 നമ്മുടെ സ്ഥാനം. ഫസ്റ്റത്തേതാണെങ്കിൽ ഫിൻലാൻഡ്. മാർച്ച് 22 ആണെങ്കിൽ ജലദിനമാണ്. വാട്ടർ ആൻഡ് ജെൻഡർ, ജലവും ലിംഗഭേദവുമാണ് പ്രമേയം. മാർച്ച് 23 ലോക കാലാവസ്ഥ ദിനമാണ്. ഒബ്സർവിംഗ് ടുഡേ പ്രൊട്ടക്ടിംഗ് ടുമാറോ എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പറഞ്ഞു മികച്ച പരിശീലനമൊക്കെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റമാണ് ഈ വിധി എന്ന് പറയുന്നത്. യെസ് വി ക്യാൻ MTV ലെഡ് ബൈ കൺട്രീസ് പവർഡ് ബൈ പീപ്പിൾ. എന്താണ്? മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയമാണ്. 144-16 എന്തിന്റെ ഒരു നമ്പറാണ്? ടെലിമാനസിന്റെയാണ്. അത് എന്തിനു വേണ്ടിയാ? മാനസിക ബുദ്ധിമുട്ടുകളുമായി ബന്ധപ്പെട്ട സംശയ നിവാരണത്തിനും ടെലി കൗൺസിലിങ്ങിനൊക്കെ വേണ്ടിയുള്ള ഒരു നമ്പറാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് രാജ്യത്തെ ആദ്യ ദയാമരണത്തിന് വിധേയനായത് ഹരീഷ് റാണിയാണ്. ദേശീയ പിന്നാക്ക കമ്മീഷന്റെ അധ്യക്ഷയായിട്ട് നിയമിതയായത് സ്വാതി നിരഞ്ജൻ ജ്യോതിയാണ്. നേപ്പാളിലെ പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ് ബാലേന്ദ്ര ഷാ. രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടിയാണ് അദ്ദേഹത്തിന്റെ പാർട്ടി. മദർ മേരി കംസ് ടു മീ അരുന്ധതി റോയുടെയാണ്. മ്യൂസിക്കൽ റോഡ് ആദ്യമായിട്ട് വന്നത് മുംബൈ കോസ്റ്റൽ റോഡിലാണ്. ജയ്ഹോ എന്നുള്ളൊരു ഗാനമാണ് അവിടെ കേൾക്കുന്നത്. പിന്നെ P. ശ്രീകുമാറാണ് ആദ്യത്തെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആയിട്ട് നിയമിതനായത്. സെൻസസ് കമ്മീഷണർ മൃത്യുഞ്ജയ് കുമാർ നാരായണൻ. പ്രകൃതി ആൻഡ് വികാസാണ് അതിന്റെ മസ്കോട്ട്. സുദർശൻ പട്നായിക്കാണ് അത് ബ്രാൻഡ് അംബാസിഡർ. പിന്നെ പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് നടത്തപ്പെട്ടു. അതില് 38 മെഡലോടുകൂടി കർണാടക വിൻ ചെയ്തു. 23 കേരളത്തിന്റെ പൊസിഷൻ. ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7. ആരോഗ്യത്തിന് വേണ്ടി ഒന്നിച്ചണി നിരക്കാം ശാസ്ത്രത്തോടൊപ്പം. ടുഗദർ ഫോർ ഹെൽത്ത് സ്റ്റാൻഡ് വിത്ത് സയൻസ്. അതാണ് അതിന്റെ പ്രമേയം. അമരാവതിയാണ് ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം. ഓക്കെ, COP31 നടക്കുന്നത് അന്റാലിയ, തുർക്കിയിൽ നിന്നാണ്. വിമനോപോസ് രചിച്ചതാരാണ്? ലെന. ഈ ലോക ഭൗമ ദിനത്തിന്റെ പ്രമേയമാണ് അവർ പവർ അവർ പ്ലാനറ്റ് എന്നുള്ളത്. ബീഹാറിന്റെ പുതിയ മുഖ്യമന്ത്രിയാണ് ആര്? സമ്രാട് ചൗധരി അല്ലെ. BJPയുടെ ആണ് സമ്രാട് ചൗധരി. ഫിഡെ വനിതാ കാൻഡിഡേറ്റ് ടൂർണമെന്റിൽ കിരീടം നേടിയത് വൈശാലി രമേശ് ബാബുവാണ്. വൈശാലി.
മിസ് ഇന്ത്യ ആണെങ്കിൽ സ്വാതി സജീഷ് സെയിലാണ്, ഗോവയിൽ നിന്നാണ്, ഭുവനേശ്വർ ആയിരുന്നു വേദി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ടും ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കറണ്ട് അഫെയറിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുത്തു പറയാനുണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.